താനൂരുള്ള രണ്ട് പെൺകുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപ് വാര്യറിന്റെ രണ്ട് പോസ്റ്റുകൾ എനിക്കത് അത്ര നിസ്സാരമായിട്ട് തോന്നുന്നില്ല. ആ പോസ്റ്റ് കാണാത്തവർക്ക് വേണ്ടി ഞാനതൊന്ന് ഇവിടെ വയ്ക്കാം. ജസ്റ്റ് ആദ്യം ഒന്നത് വായിക്കാം. കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ അന്വേഷണ വിധേയമാക്കണം. അവിടെ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിലുള്ള അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത്. കോവിഡിന് 1.5 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത്? പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂൺ ആണിത്. അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ്. മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരല്പം അന്വേഷണമൊക്കെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ട് നടത്താവുന്നതാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ് ഇതാണ്. സന്ദീപ് ഇതിൽ പറയുന്ന ഒരു കാര്യത്തോട് നമുക്ക് അതിനെ അങ്ങ് വിട്ടുകളയാം, വേറൊന്നുമല്ല. അതായത് കസ്റ്റമറിന്റെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നത് അതത്ര അവിശ്വസനീയമായിട്ടുള്ള കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പാർലറിൽ പോകുന്ന സമയത്ത് ആഫ്റ്ററും ബിഫോറും ഒക്കെ വീഡിയോസ് എടുത്ത് വെക്കുന്നതൊക്കെ പതിവാണ്. അത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ മുഖവും കാര്യങ്ങളും ഒന്നും അല്ലാതെ അതിൽ വന്നതായിട്ട് കാണുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അവിശ്വസനീയത തോന്നേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ സന്ദീപ് ഇതിൽ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനം മുമ്പ് മറ്റൊരു പേര് പ്രവർത്തിച്ചിരുന്നു എന്നും ഈ സ്ഥാപനത്തിന് നേരെ പോലീസ് കേസ് ഉണ്ടായി എന്നുമൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. മുംബൈയിലെ പാർലർ ഉടമ പാലാരിവട്ടംകാരനായ ഒരു പ്രിൻസ് ആണെന്ന് വിവരം ലഭിച്ചു. ഏതാനും വർഷം മുമ്പ് ഈ സ്ഥാപനത്തില് ബ്രാക്കറ്റില് അന്നതിന് വേറെ പേരായിരുന്നു. മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതായും നിരവധി മലയാളി പെൺകുട്ടികളെ അടക്കം അനാശാസ്യത്തിന് പിടികൂടിയതായും അന്ന് മനോരമയുടെ മുംബൈ എഡിഷനിൽ ഇത് വാർത്തയായി വന്നിരുന്നതായും ആ പ്രദേശത്തുള്ള മലയാളികൾ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് ഇന്ന് മാതൃഭൂമിയിൽ മാധു ചെറുതായി ഒന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർലർ ഉടമയുടെ മുഖം വിറളി വെളുത്തതായിട്ട് കാണാൻ സാധിച്ചു. കേരള പോലീസ് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അന്വേഷിക്കണം. 1-2 വർഷം മുമ്പ് ഇവിടെ ഒരു മലയാളിയുടെ ദുരൂഹ മരണം നടന്നതായും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈ മലയാളികളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം. നാളെ നമ്മുടെ ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വന്നുകൂടാ. അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇവിടെ നിന്നും പെൺകുട്ടികളെ കൊണ്ടുപോയവന്റെ പങ്കും അന്വേഷിക്കണം. രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞ് ഈ വിഷയം വഴിതിരിച്ചു വിടാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗ്യം കൊണ്ടാണ് പൊന്നുമക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ ലഭിച്ചത്. ഈ വിഷയത്തിൽ പൂർണ്ണമായും രക്ഷിതാക്കൾക്ക് ഒപ്പമാണ്. ആ പാവങ്ങളെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഇതാണ് സന്ദീപിന്റെ പോസ്റ്റ്. ഇതില് രക്ഷിതാക്കൾക്ക് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഈ ഒരു വിഷയത്തിൽ അവർ നിരപരാധികളാണെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് രക്ഷിതാക്കളുടെ ഭാഗത്ത് വീഴ്ചകളുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അത് വേറൊരു വിഷയമാണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ സന്ദീപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പെൺകുട്ടികൾ രക്ഷപ്പെട്ടത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു, ഭാഗ്യം കൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. 2 രീതിയിൽ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട്. ഒന്ന് അവയവങ്ങൾക്ക് വേണ്ടി, 2 ലൈംഗിക തൊഴിലിന് വേണ്ടിയിട്ട്. ഇത് ലോകം മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പ്രതിവർഷം കാണാതാകുന്ന ആളുകളുടെ കേസുകളും അതിൽ എത്രയോ കേസുകൾ കിട്ടാറില്ല. ആള് കാണാതായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ പെൺകുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവരിപ്പോഴും അതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വലിയൊരു ദുരന്തത്തിൽ നിന്ന് ആ പെൺകുട്ടികൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇനി ആ പാർലർ ഉടമയുടെ പ്രതികരണം ഞാൻ ആ വീഡിയോ കിട്ടുമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഈ പാർലർ എല്ലാവർക്കും അറിയാവുന്ന പാർലർ, എപ്പോഴും ആർക്ക് വേണേലും വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും നല്ല കാര്യവും മോശം കാര്യവും കാണുമല്ലോ. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പോസ്റ്റ് ഇട്ടത്. അപ്പോ പാർലർ ഉടമ ഇപ്പൊ സന്ദീപ് വാര്യർ ഇങ്ങനെ വന്ന് 2 പോസ്റ്റ് ഇട്ടത് കൊണ്ട് ആ ബ്യൂട്ടി പാർലറും അല്ലെങ്കിൽ അതിന്റെ ഉടമയും ഒക്കെ ഇതിൽ പങ്കാളികളാണ്, അവരെന്തോ പ്രശ്നക്കാരാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് വെറും ആരോപണമാണ്. സന്ദീപ് ചെയ്യേണ്ടത്, സന്ദീപിന് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, സന്ദീപ് പറയുന്നുണ്ട് പുള്ളിക്ക് അവിടെ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് മലയാളികളുടെ അടുത്ത് നടക്കും കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ സന്ദീപ് വാര്യർ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റുമായിട്ട് വരണം. വേറൊന്നുമല്ല, എന്തായിരുന്നു ഈ സ്ഥാപനത്തിന്റെ മുൻപുണ്ടായിരുന്ന പേര്? അന്ന് ഈ പറഞ്ഞ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായി എന്നല്ലേ പറയുന്നത്. അദ്ദേഹം വിചാരിച്ചാൽ, അദ്ദേഹത്തിനെ പോലെ ഒരു പൊളിറ്റീഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹം ആ വാർത്തയുടെ എന്തെങ്കിലും ഒരു കട്ടിങ്സോ കാര്യങ്ങളോ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ ഇതിന്റെ ഉടമകളുടെ പേര് രേഖപ്പെടുത്തിയിരിക്കും. ആ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് സന്ദീപ് വാര്യറിനെ പോലെ ഒരാൾ വിചാരിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന് മുംബൈയിലും ഡൽഹിയിലും ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള കോൺടാക്റ്റുകളും ഉണ്ടാവും. അത് വെച്ച് അദ്ദേഹം കുറച്ചും കൂടെ ക്ലാരിറ്റി തരേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ഏക വ്യക്തി
സന്ദീപ് വാര്യറാണ്. അപ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി പോലീസിന്റെ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ സന്ദീപ് വാര്യർക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹം ഈ ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് കളക്ട് ചെയ്ത് അദ്ദേഹം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ബ്യൂട്ടി പാർലറും അതിന്റെ ഉടമയും ഒക്കെ തന്നെ സംശയത്തിന്റെ നിഴലിലാണ്. ഇനി അഥവാ അവർ നിരപരാധികളാണ് എങ്കിൽ, സന്ദീപ് വാര്യറിന് ഇതിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ അതും അദ്ദേഹം പറയണം. നമുക്ക് വെറുതെ ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ അവരൊരു നല്ല കാര്യം ചെയ്തിട്ട് അവർ പെട്ടുപോയി നിൽക്കുകയാണെങ്കിലോ, ഒരു കാര്യവുമില്ലാതെ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നുവെങ്കിലോ, അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ കുഴപ്പക്കാരാണെങ്കിൽ അത് സംബന്ധിക്കുന്ന എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഒരുപാട് വർഷങ്ങളുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കാര്യമൊന്നും അല്ല സന്ദീപ് പറയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന ഒരു കൊലപാതക കേസുണ്ട്. കൊലപാതകമല്ല, ഒരു മരണമുണ്ട്. പിന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ വാണിഭവുമായി ബന്ധപ്പെട്ട് പിടിച്ച സംഭവമുണ്ട്. എന്തായിരുന്നു മുൻപ് ഈ ബ്യൂട്ടി പാർലറിന്റെ പേര്? ഇവർക്കിതിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും വാർത്തകളുടെ കട്ടിങ്സോ മറ്റോ ഉണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പോൾ അത് വെളിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അദ്ദേഹം തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. കാരണം താങ്കളാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഇനി ഇതിന്റെ മറ്റൊരു വശം, ഇത്തരം സാധ്യതകളെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ ബ്യൂട്ടി പാർലറുകളും മോശമായ ഒരു രീതിയിലൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. ബ്യൂട്ടി പാർലർ എന്നല്ല, എല്ലാ മേഖലയിലും ചൂഷണം എന്ന് പറയുന്നതുണ്ട്. അത് ബ്യൂട്ടി പാർലർ മാത്രമായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യവുമില്ല. ചൂഷണം എന്നുള്ളത് എല്ലാ മേഖലയിലുമുണ്ട്. വാണിഭവും ലൈംഗിക തൊഴിലാളികളായിട്ട് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്ന സംഭവങ്ങളും ഒക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നിരന്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം സാധ്യതകളും അത്തരത്തിലുള്ള അന്വേഷണങ്ങളും ഇതിന് ആവശ്യം തന്നെയാണ്. ഈ പെൺകുട്ടികൾ പോയി എന്ന് പറയുമ്പോഴും അവരെ നമുക്ക് തിരികെ കിട്ടിയെന്ന് പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും റാക്കറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ സമൂഹത്തിന് എടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.